സ്ഥാനം പോകാതെ ഇപ്പോഴും നിലനിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് സ്വന്തമായ ഒരിടം. പേരുകൊണ്ട് വ്യത്യസ്തമായ സ്ഥാനാർത്ഥി മുക്കിന്റെ കഥയും വ്യത്യസ്തമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് അന്വേഷിച്ചിറങ്ങുന്ന സ്ഥാനാർത്ഥി മുക്കിലേക്ക് ഒരിക്കൽ കൂടി നമ്മളൊരു യാത്ര ചെയ്യുന്നു. ആ പേരിന്റെ പിന്നിലെ കഥ. മുളന്തുരുത്തി പഞ്ചായത്തിലെ പാടത്തുകാവ് വാർഡ് കവലയ്ക്ക് സ്ഥാനാർത്ഥിമുക്ക് എന്ന പേര് വന്നിട്ട് കാലം ഒരുപാടായി. പേരിന് പിന്നിലെ കഥ ഇപ്പോഴത്തെ തലമുറയോട് ചോദിച്ചാൽ പറയും അത് പണ്ടു മുതലേ ഉള്ളതാണെന്ന്. പഴമക്കാരോട് ചോദിച്ചാൽ അവർ പറയും കഥ. 69-70 മറ്റേ ഇവിടെ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ നടന്നു. അന്ന് റോഡിൻ്റെ അപ്പുറം 4 വാർഡ്. ഈ 4 വാർഡിലും കൂടി 13 സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ എഴുതി വെച്ച ഇതാണ്, അല്ല വേറെ ഒന്നല്ല. ഒരു കാലത്ത് സ്ഥാനാർത്ഥികൾ സംഗമിച്ച ഇടം. ഇവിടെ ഒത്തുകൂടിയ ശേഷമാണ് സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോയിരുന്നത് എന്നാണ് ഇവർ പറയുന്നത്. പിൽക്കാലത്ത് പാണാർപാലം പ്രദേശത്തിന്റെ പ്രധാന ലാൻഡ്മാർക്കായി മാറിയെങ്കിലും പറഞ്ഞു പതിഞ്ഞ സ്ഥാനാർത്ഥിമുക്ക് തന്നെ നാട്ടുകാർക്ക് പ്രിയം. പഴയപോലെ സ്ഥാനാർത്ഥിമുക്കിന് പ്രതാപമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. പണ്ടത്തെ പോലെ സ്ഥാനാർത്ഥികൾ ഒത്തുകൂടാറില്ല. സ്ഥാനാർത്ഥിമുക്ക് പോലെ ഇനിയും എത്രയിടങ്ങൾ. ക്യാമറമാൻ അഭിജിത്ത് എസിനൊപ്പം അൻമരി ഹസനി, 24 കൊച്ചി. നാടൻ